നമസ്കാരം. ആസ്ട്രോമുനിയിലേക്കു സ്വാഗതം. ദീർഘകാലമായുള്ള മകയിരം നക്ഷത്രക്കാരുടെ അലച്ചിൽ ഈ വർഷം അവസാനിക്കുമോ? ചൊവ്വയുടെ ഊർജ്ജവും ചന്ദ്രന്റെ മൃദുലതയും ഈ വർഷം നിങ്ങളുടെ പാതയെ എങ്ങനെ രൂപപ്പെടുത്തും? ഈ വർഷം പൊതുവെ നിങ്ങൾക്ക് ഗുണകരമായ കാലമാണ്. നിങ്ങളുടെ മുമ്പിൽ ധനാഗം മാർഗങ്ങൾ പലതും തുറന്നു കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ തീരുമാനമെടുക്കേണ്ട ഒരു പ്രധാന വിഷയം മുന്നിൽ വരുമ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? ലക്ഷ്യബോധത്തോടെ മുന്നേറുന്ന ഈ വർഷം നിങ്ങളുടെ ഭൗതികമായ ആഗ്രഹങ്ങൾ പൂർത്തിയാകുമോ? ഈ നിർണായക വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നമുക്ക് മകയിരത്തിന്റെ 2026 പൊതുഫലങ്ങളിലേക്കു കടക്കാം. മകയിരം നക്ഷത്രത്തെ ഒരു മാനിന്റെ തലയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇത് നിത്യമായ അന്വേഷണത്തെയും ജിജ്ഞാസയെയും സൂചിപ്പിക്കുന്നു. ഈ നക്ഷത്രക്കാർ അന്വേഷകരാണ്. അറിവിനും പുതിയ അനുഭവങ്ങൾക്കും ആഴത്തിലുള്ള അർത്ഥങ്ങൾക്കുമായി എപ്പോഴും തിരയുന്നവരാണ്. ഈ നക്ഷത്രം ഇടവക്കൂറിലും മിഥുനക്കൂറിലുമായാണ് വ്യാപിച്ചു കിടക്കുന്നത്. നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ഇത് നിങ്ങൾക്ക് തീവ്രമായ അഭിനിവേശവും ലക്ഷ്യത്തിലെത്താനുള്ള കഠിനമായ നിശ്ചയദാർഢ്യവും നൽകുന്നു. ഈ ചൊവ്വ സ്വഭാവം 2026 പ്രൊഫഷണൽ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സഹായിക്കും. എന്നാൽ ദേവതയായ ചന്ദ്രൻ നൽകുന്ന വൈകാരികത നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ മനസ്സിന് ഇടയ്ക്കിടെ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇടവം മിഥുനം കൂറുകളിലെ ഗ്രഹസ്വാധീനം കാരണം ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ 2 തരം ഫലങ്ങൾ അനുഭവപ്പെടാം. ഈ വർഷം നിങ്ങളുടെ അന്വേഷണാത്മക സ്വഭാവം കരിയറിലും സാമ്പത്തിക കാര്യങ്ങളിലും പുതിയ വഴികൾ തുറക്കും. ക്ഷമയോടും സ്ഥിരതയോടും കൂടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ ഈ വർഷം പുരോഗതി ഉറപ്പാക്കും. ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ വഴിമാറിപ്പോകുന്ന ഒരു കാലഘട്ടമായിരിക്കും. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ഊർജ്ജവും ഭാഗ്യവും വീണ്ടെടുക്കാൻ കഴിയും. മകയിരം നക്ഷത്രക്കാർക്ക് 2026 കരിയർ മേഖലയിൽ ഊർജ്ജസ്വലതയും കാര്യവിജയവും നൽകുന്ന വർഷമാണ്. വർഷത്തിന്റെ ആദ്യ മാസം തന്നെ ഒരു പുതിയ പ്രൊജക്റ്റിൽ നേതൃത്വം ഏറ്റെടുക്കാൻ അവസരം ലഭിച്ചേക്കാം. നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും പ്രവർത്തനക്ഷമതയും കാരണം ആ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവുകൾ മുഴുവൻ കാണിക്കുവാൻ അവസരം ലഭിക്കും. മിഥുന കൂറുകാർക്ക് വ്യാഴത്തിന്റെ അനുകൂലമായ സഞ്ചാരം കാരണം പ്രൊഫഷണൽ രംഗത്ത് വൻ നേട്ടങ്ങൾ ഉണ്ടാകും. ഏപ്രിൽ മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ പുതിയ കഴിവുകൾ പഠിക്കാനും കരിയറിന് അനുബന്ധമായ കോഴ്സുകൾ ചെയ്യാനും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടും. ഈ ശ്രമങ്ങൾ വർഷമധ്യത്തോടെ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്ഥാനക്കയറ്റത്തിന് വഴിയൊരുക്കും. ഇടവം കൂറുകാർക്ക് കർമ്മരംഗത്ത് ശനിയുടെ സ്വാധീനം കാരണം ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അപ്രതീക്ഷിത തടസ്സങ്ങളോ കാലതാമസമോ നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ നിയമപരമായ രേഖകളിലും ഔദ്യോഗിക നടപടിക്രമങ്ങളിലും ഒരു തരത്തിലുള്ള അലംഭാവവും കാണിക്കാതെ ശ്രദ്ധയും വ്യക്തതയും ഉറപ്പാക്കണം. ആഗസ്റ്റ്-സെപ്റ്റംബർ മാസങ്ങളിൽ തൊഴിൽ മേഖലയിലെ അപ്രതീക്ഷിത സ്ഥാനമാറ്റങ്ങളോ അല്ലെങ്കിൽ പുതിയതും കൂടുതൽ ഉത്തരവാദിത്തമുള്ളതുമായ തൊഴിൽ വാഗ്ദാനങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കച്ചവട സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശ ബന്ധങ്ങളിലൂടെയുള്ള ലാഭത്തിന് സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ അംഗീകാരവും പുരസ്കാരങ്ങളും ലഭിക്കും. ഈ അംഗീകാരം നിങ്ങളുടെ ദീർഘകാല പരിശ്രമത്തിന്റെ ഫലമായിരിക്കും. ഒക്ടോബറിന് ശേഷം കരിയറിൽ സ്ഥിരതയും ശാന്തതയും തിരിച്ചെത്തും. പ്രണയ ജീവിതത്തിൽ വൈകാരികമായ അടുപ്പവും ഐക്യവും നിലനിൽക്കുന്ന വർഷമാണിത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പങ്കാളിയുമായി അടുത്ത സൗഹൃദം സ്ഥാപിക്കുന്നതിനും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനും അനുകൂലമാണ്. അവിവാഹിതരായവർക്ക് സെപ്റ്റംബറിനും ഡിസംബറിനും ഇടയിൽ പ്രണയം കണ്ടെത്താനും അത് വിവാഹത്തിൽ കലാശിക്കാനും സാധ്യതയുണ്ട്. വിവാഹം ഉറപ്പിക്കാനുള്ള ചർച്ചകൾ വർഷാവസാനം ഫലം കാണും. വർഷത്തിന്റെ തുടക്കത്തിൽ പഴയ സുഹൃത്തോ പങ്കാളിയോ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധ്യതയുണ്ട്. ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ചൊവ്വയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും സ്വാധീനം കാരണം ചെറിയ കാര്യങ്ങൾ പോലും തെറ്റിദ്ധാരണകളിലേക്കും സാമ്പത്തികപരമായ തർക്കങ്ങളിലേക്കും അല്ലെങ്കിൽ പങ്കാളിയുടെ പദവിയെക്കുറിച്ചുള്ള സംശയങ്ങളിലേക്കും നയിക്കാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ദാമ്പത്യ ജീവിതത്തിൽ മക്കളുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട കുടുംബപരമായ പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ടിവരും. എന്നാൽ പങ്കാളിയുമായി ചേർന്ന് നടത്തുന്ന ചെറിയ വിനോദയാത്രകൾ പോലും ബന്ധം ശക്തിപ്പെടുത്തും. അകന്നുപോയ ബന്ധുക്കൾ ഈ വർഷം അടുത്തുവരുന്ന ഒരു സമയം കൂടിയാണിത്. അവരുടെ പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ ദീർഘകാല സ്ഥിരത ഉറപ്പാക്കാൻ ചിട്ടയായ ബഡ്ജറ്റിംഗും ചെലവ് നിയന്ത്രണവും ആവശ്യമായ വർഷമാണിത്. ഈ വർഷം ധനാഗം മാർഗങ്ങൾ പലതും നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിട്ടുന്നതാണ്. ഇടവക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ പിന്തുണ കാരണം സാമ്പത്തിക നേട്ടങ്ങൾക്ക് സാധ്യതയേറും. ജനുവരി മുതൽ മാർച്ച് വരെ പഴയ കുടിശ്ശികകളും കിട്ടാക്കടങ്ങളും തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ ദീർഘകാലത്തെ കടബാധ്യതകളിൽ നിന്ന് ഒരു വലിയ ആശ്വാസം നേടാനും സാധിക്കും. ഏപ്രിൽ മുതൽ ജൂൺ വരെ ഉള്ള കാലയളവിൽ ഓഹരികൾ, ക്രിപ്റ്റോകറൻസികൾ പോലുള്ള അപകടസാധ്യതയുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ശ്രദ്ധിച്ചു മാത്രം പ്രവർത്തിക്കുക.
മാർച്ച്, നവംബർ മാസങ്ങളിൽ അപ്രതീക്ഷിതമായി വലിയ ചെലവുകൾ വരാൻ സാധ്യതയുണ്ട്, അതിനാൽ കരുതൽ ധനം സൂക്ഷിക്കുക. ജൂലൈ മാസത്തിനു ശേഷം റിയൽ എസ്റ്റേറ്റ്, ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് മികച്ച ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമങ്ങൾ മുന്നിലേക്ക് വരുന്നതും അപ്രതീക്ഷിത സഹായങ്ങൾ തേടിവരുന്നതും ഈ വർഷത്തെ സാമ്പത്തിക നേട്ടങ്ങളാണ്. ഒക്ടോബർ മുതൽ അനാവശ്യ ചെലവുകൾ കർശനമായി നിയന്ത്രിച്ച് സ്ഥിരമായ സാമ്പത്തിക അടിത്തറ ഉറപ്പിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ഈ വർഷം മാനസികമായ ചിട്ടയും കൃത്യമായ ജീവിതശൈലിയും അത്യാവശ്യമാണ്. അമിതമായ ചിന്തയും മനസ്സിലെ അസ്വസ്ഥതയും കാരണം ഉറക്കക്കുറവ്, ദഹനപ്രശ്നങ്ങൾ, ഊർജ്ജക്കുറവ് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചൊവ്വയുടെ സ്വാധീനം കാരണം തലവേദന അല്ലെങ്കിൽ നെഞ്ചെരിച്ചിൽ പോലുള്ള പിത്തസംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകാം. ശരിയായ ഉറക്കം ഉറപ്പാക്കേണ്ടത് പ്രധാനമാണ്. ഏപ്രിൽ മുതൽ ജൂൺ വരെ കാലാവസ്ഥാ മാറ്റങ്ങൾ മൂലമുള്ള അലർജികൾ അല്ലെങ്കിൽ ചർമ്മ സംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്, അതിനാൽ ശ്രദ്ധിക്കുക. യോഗ, ധ്യാനം, പ്രാണായാമം തുടങ്ങിയ ശീലങ്ങൾ ഉൾപ്പെടുത്തുന്നത് മാനസിക സമാധാനം വർദ്ധിപ്പിക്കും. ഉയർന്ന സമ്മർദ്ദം അനുഭവിക്കുന്നവർക്ക് പ്രൊഫഷണൽ കൗൺസിലിംഗ് തേടുന്നത് ആശ്വാസം നൽകും. അപകടസാധ്യത മുന്നിൽ കണ്ടുവേണം ഇവർ യാത്ര ചെയ്യാൻ, പ്രത്യേകിച്ചും വേഗതയേറിയ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഡിജിറ്റൽ ഡിറ്റോക്സ് ശീലിക്കുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒരു പ്രതിരോധ സമീപനം സ്വീകരിക്കുക. മകയിരം നക്ഷത്രക്കാർ 2026 വിജയവും സമാധാനവും നേടുന്നതിനായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ചൊവ്വയുടെ ദോഷങ്ങൾ കുറയ്ക്കാൻ ചൊവ്വാഴ്ചകളിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി, ചുവന്ന പൂക്കൾ കൊണ്ടുള്ള അർച്ചന കഴിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ്. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സഹായിക്കും. ചന്ദ്രപ്രീതിക്കായി തിങ്കളാഴ്ചകളിൽ ശിവഭഗവാനെ ആരാധിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. പൗർണമി ദിവസങ്ങളിൽ പാൽ അഭിഷേകം നടത്തുന്നത് വൈകാരികമായ സ്ഥിരതയ്ക്ക് നല്ലതാണ്. നിങ്ങളുടെ ജിജ്ഞാസയും അന്വേഷണ മനോഭാവവും ഈ വർഷം ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സഹായിക്കും. കൂടാതെ പ്രധാന കാര്യങ്ങൾക്കായി യാത്ര ചെയ്യുമ്പോൾ അപകടസാധ്യത കുറയ്ക്കുന്നതിനുള്ള പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതും വാക്ക് തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതും ഈ വർഷം അത്യന്താപേക്ഷിതമാണ്. വെള്ളിയാഴ്ചകളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് അരി ദാനം ചെയ്യുന്നത് ധനപരമായ ഐശ്വര്യത്തിന് കാരണമാകും. അന്വേഷണത്തിന്റെയും ജിജ്ഞാസയുടെയും നക്ഷത്രക്കാരായ നിങ്ങളിൽ ചൊവ്വയുടെ ശക്തിയും ചന്ദ്രന്റെ ശാന്തതയും നിറഞ്ഞു നിൽക്കട്ടെ. 2026 നിങ്ങളുടെ എല്ലാ സമീപങ്ങളിലും ധൈര്യത്തോടെ മുന്നോട്ടു പോകുക. ഈ പ്രവചനങ്ങൾ നിങ്ങളുടെ പാതയിൽ വെളിച്ചം വീശുമെന്ന് വിശ്വസിക്കുന്നു. പുതിയ സാധ്യതകൾ കണ്ടെത്തി നിങ്ങൾ ലക്ഷ്യങ്ങളിൽ വേഗത്തിൽ എത്തിച്ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഈ വിവരങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. എല്ലാ ലക്ഷ്യങ്ങളിലും നിങ്ങൾ വിജയം കൈവരിക്കട്ടെ.